വിശ്വാസികളുടെ അവസ്ഥയോ വിശ്വാസികളായ ആളുകൾ ദജ്ജാലിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വത ശിഖരങ്ങളിലേക്ക് ഓടിക്കേറുമവർ വേറെ ചില ആളുകളോ അവരെ സംബന്ധിച്ചിടത്തോളം ദജ്ജാലിനെ നേരിടാൻ പോകുന്ന ആളുകളുണ്ട്. അതിലൊരു മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യഖ്റുജു ദജ്ജാൽ ഫയതവജ്ജഹു ഖിബലഹു റജുലുൻ മിനൽ മുഅ്മിനീൻ ഫതൽഖാഹുൽ മസീഹു മസാലിഹു ദജ്ജാൽ. ദജ്ജാൽ പുറപ്പെട്ട വിവരം അറിഞ്ഞിട്ട് ഒരു മനുഷ്യൻ പുറപ്പെടുകയാണ്. അയാൾ മുഅ്മിനായ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇങ്ങനെ പുറപ്പെട്ടു ചെല്ലുമ്പോൾ ഫതൽഖാഹുൽ മസാലിഹു മസാലിഹു ദജ്ജാൽ, ദജ്ജാലിന്റെ കിങ്കരന്മാരെ അവൻ കാണുകയാണ്. ദജ്ജാലിന്റെ കിങ്കരന്മാരെ കാണുന്നു. ആ കിങ്കരന്മാർ ഈ മനുഷ്യനോട് ചോദിക്കുന്നു, ഐന തഅമിദ്, എങ്ങോട്ടാണ്, നീ എവിടേക്കാണ്? ഫയഖൂലു അഅമിദു ഇലാ ഹാദല്ലദീ ഖറജ്, ഞാൻ പോകുന്നത് ഇപ്പോൾ പുറപ്പെട്ടു വന്നൊരുത്തനുണ്ടല്ലോ അവനെ അന്വേഷിച്ചു പോവുകയാണ്. ഒരുത്തൻ പുറത്തിറങ്ങി എന്ന് കേട്ടു, അവനെ അന്വേഷിച്ചിറങ്ങിയതാണ്. ഉടൻ തന്നെ ദജ്ജാലിന്റെ കിങ്കരന്മാരവനോട് ചോദിക്കുന്നു, അവമാ തുഅ്മിനു ബിറബ്ബിനാ, അവമാ തുഅ്മിനു ബിറബ്ബിനാ, ഞങ്ങൾ റബ്ബിൽ നീ വിശ്വസിച്ചിട്ടില്ലയോ? ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചില്ലയോ? ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ദജ്ജാലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദജ്ജാലിൽ വിശ്വസിച്ചില്ലയോ എന്നാണ്. ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചില്ലയോ നീ? ഫയഖൂൽ, ആ മുഅ്മിനായ മനുഷ്യൻ പറയുന്നു, മാ ബിറബ്ബിനാ ഖഫാ, ഞങ്ങളുടെ റബ്ബിന് ഒരു ന്യൂനതയുമില്ല, ഒരു കുറവുമില്ല, അവനൊരിക്കലും ഞങ്ങൾക്ക് അവ്യക്തമല്ല. ഫയഖൂലൂൻ, ഉടൻ തന്നെ ദജ്ജാലിന്റെ കിങ്കരന്മാർ പറയുന്നു, ഉഖ്തുലൂ, കൊല്ലടാ അവനെ, കൊന്നുകളാ. ഫയഖൂലു ബഅദുഹും ലിബഅദ്, ഉടൻ തന്നെ വേറെ ചില ആളുകൾ ഇടപെടുകയാണ്. ദജ്ജാലിന്റെ കിങ്കരന്മാരിൽ ചില ആളുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് പറയുന്നു, അലൈസ ഖദ് നഹാകും റബ്ബുകും അൻ തഖ്തുലൂ അഹദൻ ദൂനഹു, നമ്മുടെ റബ്ബ് നമ്മോട് പറഞ്ഞിട്ടില്ലേ ആ റബ്ബിന്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരാളെയും കൊല്ലരുതെന്ന്? നമുക്ക് കൊല്ലാൻ അവകാശമില്ലല്ലോ. അതുകൊണ്ട് ഇവനെ നമ്മുടെ റബ്ബിന്റെ അടുക്കൽ കൊണ്ടുപോകാം, അഥവാ ദജ്ജാലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുകയാണ്. ഫയന്തലികൂന ബിഹി ഇല ദജ്ജാൽ, ആ സ്വാലിഹായ മനുഷ്യനെയും കൊണ്ട് ദജ്ജാലിന്റെ അടുക്കലേക്ക് ആളുകൾ പോകുകയാണ്. ഫൈദാ റആഹുൽ മുഅ്മിൻ, ദജ്ജാലിനെ ആ മുഅ്മിനായ മനുഷ്യൻ കാണുമ്പോൾ തന്നെ വിളിച്ചു പറയും, യാ അയ്യുഹന്നാസ് ഹാദ ദജ്ജാലുല്ലദീ ദക്കറ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ദജ്ജാൽ ഇവൻ തന്നെ. ഓ ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് കേൾക്കേണ്ട താമസം. ഫയഅ്മുറു ദജ്ജാലു ബിഹി ഫയുശബ്ബഹു, ദജ്ജാൽ കൽപ്പിക്കും അവനെ കീറിയെറിയാൻ. ഖുദൂഹു വശുജ്ജൂഹു ഫയുസഉ ലഹ്റുഹു വബത്നുഹു ദർബാ, നന്നായി അടിക്കും, ഇടിക്കും, വെട്ടും, അതുപോലെ ഒരുപാട് പീഡിപ്പിക്കും. ആ മനുഷ്യനെ വല്ലാതെ പീഡിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, അവമാ തുഅ്മിനു ബി, എന്നിൽ നീ വിശ്വസിച്ചോ? ഉടൻ തന്നെ വിളിച്ചു പറയുകയാണ് ആ മനുഷ്യൻ, അന്തൽ മസീഹുൽ കദ്ദാബ്, നീ കള്ളനായ മസീഹാൻ, ഒറിജിനൽ മസീഹല്ല നീ മസീഹാണെന്ന് വാദിക്കുന്ന കള്ളനാണ്. അന്തൽ മസീഹുൽ കദ്ദാബ്, നീ കള്ള മസീഹാൻ. ഉടൻ തന്നെ ഫയുമറു ബിഹി ഫയുശറു ബിൽ മിൻശാരി മിൻ മഫ്രിഖിഹി ഹത്താ യുഫറഖ ബൈന റിജ്ലൈഹി, ആ മനുഷ്യനെ രണ്ട് പൊളിയാക്കാൻ, രണ്ട് ഭാഗമാക്കുവാൻ വേണ്ടി ആ ദജ്ജാൽ കൽപ്പിക്കുന്നു. ആ മനുഷ്യനെ രണ്ട് ഘട്ടമാക്കി മാറ്റുന്നു, രണ്ട് കണ്ടമാക്കി രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ദജ്ജാലു ബൈനൽ ഖിതഅതൈൻ, ആ ഘട്ടത്തിന്റെ ഇടയിലൂടെ ദജ്ജാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. രണ്ട് പൊടിയാക്കിയ മനുഷ്യനെ അങ്ങോട്ട് ഇടുക, അതിന്റെ ഇടയിലൂടെ ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കാണ്. ദജ്ജാൽ ഇങ്ങനെ നടന്നിട്ട് ചോദിക്കാൻ, അവസാനം ഖും ഖും, എഴുന്നേക്കടാ എന്ന് പറയും. ഉടൻ തന്നെ ഇത് രണ്ടും ചേർന്നിട്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കും. ഫയസ്തവി ഖായിമ, ഈ മനുഷ്യൻ ചേർന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം. ഉടൻ തന്നെ ചോദിക്കാണ് ഇയാൾ, അതുഅ്മിനു ബി, ഇപ്പോൾ വിശ്വാസമായോ ഞാൻ റബ്ബാണ് എന്ന്? ഇപ്പോൾ വിശ്വാസമായോ നിനക്ക്? ആ മനുഷ്യൻ ഉടൻ തന്നെ പറയും, മസ്ദൽതു ഫീക ഇല്ലാ ബസീറാ, ഇപ്പോൾ എനിക്ക് ഉറപ്പായി നീ ദജ്ജാലാണ്. ഇത്രയും നേരം ഒരു സംശയത്തിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ എനിക്ക് ഉറപ്പായി, മസ്ദൽതു ഫീക ഇല്ലാ ബസീറാ, ഉറപ്പായിടാ എനിക്ക് നീ ഒറിജിനൽ ദജ്ജാൽ.
എന്നിട്ട് ആ മനുഷ്യൻ അവിടുന്ന് വിളിച്ചു പറയും, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നഹു ലാ യഫ്അലു ബഅദീ ബിഅഹദിൻ മിനന്നാസ്. ഇത് കണ്ടൊരാളും ബേജാറാകണ്ട, എനിക്കു ശേഷം ഒരാളെയും ഇവൻ ഇങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. ഇവൻ ഒരേ ഒരു വേക്കൻസി, ഒരേ ഒരു ചാൻസ് എന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളുടെ കാര്യത്തിലും ഇത് ചെയ്യാൻ സാധ്യമല്ല. ഉടൻ തന്നെ ആ മനുഷ്യനെ അറുക്കാൻ വേണ്ടി ദജ്ജാൽ ആയുധമെടുക്കും. അല്ലാഹു അപ്പോൾ ആ മനുഷ്യന്റെ കഴുത്ത് ചെമ്പ് പോലെയാക്കി കളയും, ചെമ്പ് പോലെ ഉറപ്പിച്ചു കളയും. എത്ര വെട്ടിയാലും ഈ മനുഷ്യനെ കൊല്ലാൻ സാധ്യമല്ല. ദജ്ജാൽ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. അവസാനം മാനങ്കടും ഈ മനുഷ്യനെ കൊല്ലാൻ കഴിയാതെ ദജ്ജാൽ വീണ്ടും വീണ്ടും ആഞ്ഞുവെട്ടും. അവസാനം തന്റെ അനുയായികൾക്ക് മുന്നിൽ നാണം കെട്ട ദജ്ജാൽ ഫയഖുദു ബിയദൈഹി വരിജിലൈഹി, ആ മുഅ്മിനായ മനുഷ്യന്റെ കാലുകളിലും കൈകളിലും പിടിച്ചിട്ട് ഫയഖദിഫു ബിഹി, ഒറ്റ എറിയാ ദജ്ജാലിനെ നരകത്തിലേക്ക്, പോടാ നരകത്തിലേക്ക് ഒറ്റ എറിയാൻ. ഫയഹ്സിബു അന്നാസു അന്നമാ ഖദഫഹു ഇലന്നാർ, ആളുകൾ വിചാരിക്കും ആ മനുഷ്യൻ നരകത്തിൽ വീണു എന്ന്. വഇന്നമാ ഉൽഖിയ ഫിൽ ജന്ന, ആ മനുഷ്യൻ പോയി വീണത് സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്കെങ്കിലും ഇങ്ങനൊക്കെ ഉണ്ടോ? ഇങ്ങനൊക്കെ ഉണ്ടാവോ? എന്തായി പറയുന്നത്? ഉണ്ടാവോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട് ബോധ്യപ്പെടുത്തി തരാം. ഇത് കേൾക്കുക, അങ്ങനൊക്കെ ഉണ്ടാവോ? നമ്മുടെ നേതാവാണോ പറഞ്ഞത് എങ്കിൽ സദഖ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സത്യമാണ്. നമ്മുടെ ഹബീബാണോ പറഞ്ഞത്, ഹബീബ് പറഞ്ഞത് സത്യമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ കുറിച്ച് അത്രയും പറഞ്ഞു നിർത്തുകയല്ല, നേരെ മറിച്ച് നബി പറയുന്നു, ഹാദാ അഅ്ളമുൻ നാസി ശഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനായ ഷഹീദാരാണെന്നറിയോ? ദജ്ജാലിനെ നേരിടാൻ പോയ ആ മനുഷ്യനാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പേര് കേട്ടാ സ്വലാത്ത് ചെല്ലണം.